നമ്മളെ ഞെട്ടിച്ച പോത്തുണ്ടി ഇരട്ട കൊലപാതകം എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകുമോ അല്ലേ? ചെന്താമര എന്ന് പറയുന്ന ആ കൊടും ക്രിമിനൽ അയാളുടെ ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. ഇരട്ട കൊലപാതക കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് പാലക്കാട് അതിവേഗ കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു. അത്ഭുതപ്പെടുത്തിയത് ആ മനുഷ്യൻ കോടതിയിലേക്ക് വരുമ്പോഴുള്ള അയാളുടെ ശരീരഭാഷ, അയാളുടെ പ്രവൃത്തിയൊക്കെയാണ് കേട്ടോ. നമ്മളെ അതായത് ഈ ചെയ്ത ഇത്രയും വലിയ കൊലപാതകങ്ങൾ ചെയ്തിട്ടും ഒരു പ്രായശ്ചിത്തത്തിൻ്റെയോ ഒരു മനസ്താപത്തിൻ്റെയോ ഒരു തരിമ്പ് പോലും അയാളുടെ മുഖത്തോ ശരീരഭാഷയിലോ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. ഇപ്പോൾ എന്നോടൊപ്പം സന്തോഷ് സറിങ് കൂടി ചേരുകയാണ് പാലക്കാട് നിന്ന്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ചെന്താമരയ്ക്ക് ഇന്ന് ശിക്ഷ വിധിക്കുന്ന ദിവസമാണ്. വധശിക്ഷ കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം സന്തോഷടക്കം കണ്ടതാണല്ലോ അല്ലേ, കോടതിയിൽ വെച്ച് അയാളുടെ ഒരു ശരീരഭാഷ, അയാളുടെ ഒരു പെരുമാറ്റം. ഈ ഇത്ര വലിയൊരു ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തൊരു മനുഷ്യന് ഒരല്പം പോലും മനസ്താപം ഉണ്ടാകുന്നില്ലല്ലോ സന്തോഷ്. അയാൾ അതേ മനസ്ഥിതിയിൽ നിൽക്കുകയാണ്. മനു, സമീപകാലത്തൊന്നും കേരളം ഇങ്ങനെ ഒരു മനസ്ഥിതിയുള്ള ക്രിമിനലിനെ കണ്ടിട്ടില്ല എന്നാണ് നമ്മൾ പറയേണ്ടത്. യാതൊരു പശ്ചാത്താപവുമില്ലാതെ മനസ്താപവുമില്ലാതെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച 13-ാം തീയതി കോടതിയിൽ നിന്ന് താൻ കുറ്റക്കാരനാണെന്ന് വിധി കേൾക്കുകയാണ്. യാതൊരു കൂസലുമില്ലാതെ ആ കുറ്റക്കാരനാണ് എന്ന് വിധിച്ചതിന് ശേഷം കോടതി ചോദിച്ച ചോദ്യങ്ങളോട് അയാൾ തർക്കുത്തരമായി തന്നെ മറുപടി പറഞ്ഞതും അവിടെ കൂടിയിരുന്നവരെ ഞെട്ടിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹം കൊലപ്പെടുത്തിയത് കാരണം അനാഥരായ 2 പെൺകുട്ടികൾ കൂടി ആ കോടതി മുറിയിലുണ്ടായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങി വന്ന ആ പെൺകുട്ടികൾ കൂടുതൽ ഭയപ്പാടോടെയാണ് സംസാരിച്ചത്. എന്തായാലും 2025 ജനുവരിയിൽ ഇയാൾക്കൊന്ന ഇരട്ട കൊലപാതക കേസിൽ ഇന്നിപ്പോൾ വിധി പറയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം 13-ാം തീയതി വിധിയുടെ ആദ്യ ഭാഗമായി അയാൾ കുറ്റക്കാരനാണോ ഇല്ലയോ എന്നത് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കുറ്റക്കാരനാണ് എന്ന് വിധിച്ചിരിക്കുന്നു. 80 സാക്ഷികളെ വിസ്തരിച്ചു. 80 സാക്ഷികളിൽ നിന്നുള്ള തെളിവുകൾ ശേഖരിച്ചു. മറ്റ് ലാബ് റിപ്പോർട്ടുകൾ, ശാസ്ത്രീയ തെളിവുകൾ പരിശോധിച്ചു. അതിനുശേഷമാണ് കുറ്റക്കാരനാണെന്ന് വിധിച്ചിരിക്കുന്നത്. ഇനി ആ കുറ്റത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയേണ്ടത്. ഇന്നിപ്പോൾ ഉച്ചവരെയെങ്കിലും സ്വാഭാവികമായും ആ കുറ്റം വിധിച്ച് സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങളായിരിക്കും കോടതി കേൾക്കുക. കാരണം പ്രതിഭാഗത്തിനും പ്രോസിക്യൂഷനും ഇത് സംബന്ധിച്ച് നിലപാട് അറിയിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം വാദിഭാഗം അഭിഭാഷകൻ പുറത്തെത്തിയതിനു ശേഷം മാധ്യമങ്ങളെയൊക്കെ കുറ്റപ്പെടുന്ന തരത്തിലൊക്കെയാണ് പറഞ്ഞത്. കോടതിയെപ്പോലും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. കോടതി തെളിവുകളല്ല നോക്കിയത്, പകരം മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി പറഞ്ഞതെന്നാണ്. എന്തായാലും അത്തരത്തിലുള്ള വാദമാണോ ഇന്നിപ്പോൾ വാദിഭാഗം നടത്താൻ പോകുന്നതെന്നല്ല. എന്തായാലും ഈ കുറ്റം സംബന്ധിച്ച് കുറ്റക്കാരനാണ് എന്നത് സംബന്ധിച്ച് വാദം നടത്തണമെന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വാദം നടക്കുക. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ശിക്ഷാവിധിയിലോട്ട് പോവുക. വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതിനു മുമ്പ് 2019 ഈ സജിതയെ കൊലപ്പെടുത്തിയതിൽ ഇരട്ട ജീവപര്യന്ത ശിക്ഷയാണ് അന്ന് ഇതേ അതിവേഗ കോടതി വിധിച്ചത്. ഏറ്റവും ശ്രദ്ധേയം, ഇന്ന് ഇതേ അതിവേഗ കോടതി അതേ ജഡ്ജി കെനത്ത് ജോർജ് തന്നെയാണ് അന്നും അതിവേഗത്തിൽ ആ ട്രയൽ പൂർത്തിയാക്കി വിധി പറഞ്ഞത്. വീണ്ടും അതേ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്തുന്നു. ആ കേസിൽ സ്വാഭാവികമായി ഇരട്ട ജീവപര്യന്തത്തിൻ്റെ ഇടയിൽ ജാമ്യത്തിലിറങ്ങിയാണല്ലോ കൊലപാതകം നടത്തി. അതുകൂടി പരിഗണിക്കുന്നുണ്ട് കോടതി. അതുകൊണ്ട് തന്നെ വധശിക്ഷയായി ഒരു കാരണവശാലും തടവിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത അത്രമാത്രം ക്രൂരനാണ് ഇയാളെന്ന് ഇയാളുടെ പ്രവൃത്തി നമ്മളോട് പറയുന്നുണ്ടല്ലേ. കോടതി തന്നെ ഒരു പക്ഷേ അത്ഭുതപ്പെട്ടു പോയേക്കാം. ഒരു കൊലപാതകത്തിൽ ഇരട്ട ജീവപര്യന്തത്തിൽ തടവിൽ കിടക്കുമ്പോൾ ഈ പരോളിൽ പുറത്തിറങ്ങിയ സമയത്താണ് വീണ്ടും 2 കൊലപാതകങ്ങൾ നടത്തുന്നത്. കോടതി തന്നെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ ആ വാദത്തിനിടയിൽ. മനു, ഇതേ ചോദ്യം തന്നെയാണ് കോടതി ഈ പ്രതിയോട് നേരിട്ട് ചോദിച്ചത്. തിങ്കളാഴ്ച 13-ാം തീയതി വിധി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രോസിക്യൂഷൻ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. അതായത് പുറത്തിറങ്ങിയാൽ താങ്കൾ വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്താനുള്ള സാഹചര്യം ഉണ്ടല്ലോ എന്ന് കോടതിക്ക് പോലും സംശയമുള്ളതുകൊണ്ട് കോടതി നേരിട്ട് പ്രതിയോട് ചോദിച്ചു. അതിന് പ്രതി പറഞ്ഞ മറുപടിയാണ് ഏറ്റവും രസകരം. ഞാൻ ഗാന്ധിയൊന്നുമല്ല, എന്തായാലും ഇനി അങ്ങോട്ടൊന്നുമില്ല, പക്ഷേ ഇങ്ങോട്ട് വന്നാൽ വെറുതെ വിടുകയും ഇല്ല എന്ന് കൂസലില്ലാതെ തന്നെ പ്രതി പറയുകയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിച്ചോളൂ എന്നാണ്. ഇപ്പോൾ ഈ വധശിക്ഷ നമുക്കറിയാം, വിചാരണ കോടതി വധശിക്ഷ വിധിച്ചാൽ പോലും പിന്നീട് ഹൈക്കോടതി ഇത് അംഗീകരിക്കണം. ഹൈക്കോടതിക്ക് അനുകൂലമായ വിധിക്ക് ശേഷം മാത്രമായിരിക്കും സ്വാഭാവികം വധശിക്ഷയിലേക്ക് പോകുക. അപ്പോൾ ഇത്രയും കാലയളവിൽ ഒരു കാരണവശാലും ഇയാൾക്ക് ജാമ്യം നൽകരുത് എന്നാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ ഇന്ന് ആവശ്യപ്പെടുക. അതാണ് ഏറ്റവും അതിൽ സംശയത്തിന്റെ സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ ഇതിനിടയിൽ പുറത്തു വരില്ല, അതുറപ്പാണ്. ഈ പറഞ്ഞ സന്തോഷം പറഞ്ഞല്ലോ, വധശിക്ഷയെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു കാലമാണ്. അത് ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്നതാണോ എന്ന ചർച്ചകൾ നടക്കുന്ന കാലമാണ്. പക്ഷേ ആ ചർച്ചകൾ നടക്കുമ്പോഴും ഇതുപോലുള്ള ക്രൂരരെ, ഇതുപോലെ കൊടും ക്രൂരത കാണിക്കുന്നവരെ പിന്നെ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം മറുഭാഗത്തു നിന്ന് ഇരകളായ മനുഷ്യരുടെ കൂടെ നിൽക്കുന്നവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു വലിയ സംവാദത്തിന് വേദിയാകേണ്ട വിഷയമാണ്. നമ്മുടെ മുൻപിലേക്ക് വരികയാണെങ്കിൽ പ്രോസിക്യൂഷൻ വധശിക്ഷ ആവശ്യപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും ശിക്ഷയിൽ ഇളവ് ചെയ്യുക എന്നതായിരിക്കുമല്ലോ പ്രതിഭാഗത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അവർ അതിന് ഏതെങ്കിലും തെളിവുകളോ
അല്ലെങ്കിൽ ഏതെങ്കിലും അവർ അതിനുവേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ എന്താണ്? മനു, അത് തന്നെ സ്വാഭാവിക വാദിഭാഗവും ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുക ശിക്ഷ ഇളവ് വേണമെന്ന് തന്നെയാണ്. ഇതിൽ ഈ കോടതി നടപടികൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കേണ്ടി വരും. കാരണം ആദ്യ കേസിൽ ഈ സജിതയെ 2019 കൊല്ലുമ്പോൾ ഒരു അഭിഭാഷകനെ വയ്ക്കാൻ പോലും ഈ ചെന്താമര തയ്യാറായില്ല. അന്ന് ലീഗൽ സർവീസ് സംഘടനയാണ് ഒരു അഭിഭാഷകനെ വെച്ചു കൊടുത്തത് കോടതി മുഖേന. എന്നാൽ ഈ കേസിൽ ഇരട്ട കൊലപാതകം നടത്തിയ കേസിൽ അദ്ദേഹത്തിന് ഒരു അഭിഭാഷകനുണ്ട്, ജേക്കബ് മാത്യു എന്ന അഡ്വക്കേറ്റ് ഈ കേസിൽ ആദ്യം മുതലേ വാദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായ കേസ് നടത്താൻ കൂടി പ്രതി ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഇയാൾ വധശിക്ഷയ്ക്ക് വിധിക്കരുത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സഹതാപം ഉണ്ടാകാനൊക്കെ സാധാരണ ഈ കുറ്റം വിധിച്ചു കഴിഞ്ഞാൽ പ്രതി ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇവിടെ പ്രതി അതിനുപോലും ശ്രമിച്ചില്ല. കാരണം താങ്കൾ കുറ്റക്കാരനാണ് എന്ന് ഞാൻ വിധിക്കുന്നു, അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പ്രതിയോട് ചോദിക്കുകയാണ്. അപ്പോൾ പ്രതി പറയുന്നത് വിധിച്ചോളൂ, വധശിക്ഷയ്ക്ക് തന്നെ എന്നെ വിധിച്ചോളൂ എന്നാണ് മറുപടി. സാധാരണ അങ്ങനെ ഒരു കാര്യത്തിലും പ്രതികൾ അങ്ങനെ പറയാറുള്ളത്. കാരണം ഞാൻ ഇത്രയും കൊല്ലമായി കോടതി നടപടികളൊക്കെ നോക്കാറുള്ളതാണ്. സാധാരണ ഇത്തരത്തിൽ കുറ്റകൃത്യത്തിന് വിധിക്കപ്പെട്ടാൽ പിന്നെ കോടതിയുടെ അനുകമ്പ കിട്ടാനായിരിക്കും പ്രതിയുടെ ശ്രമം. അവിടെ രക്തബന്ധമുള്ളവർ, ചിലപ്പോൾ അമ്മയുണ്ട്, അല്ലെങ്കിൽ മറ്റ് കുടുംബത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ നാഥൻ, അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിൽ ശിക്ഷ ഇളവ് വേണം എന്നൊക്കെ ആവശ്യപ്പെടുകയാണ് പതിവ്. പക്ഷേ ഇവിടെ ചെന്താമര അതിനുപോലും തയ്യാറായില്ല. ഈ കോടതി ഇന്നലെ തിങ്കളാഴ്ച നടപടി ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പ്രതിയുടെ അഭിഭാഷകൻ പ്രതിയോട് പറയുന്നുണ്ട്, എന്തെങ്കിലും വിധി കേട്ടാൽ പോലും പ്രതികരിക്കരുത്, മിണ്ടാതെ കൈകൂപ്പി നിൽക്കണമെന്ന്. പക്ഷെ അതൊന്നും പ്രതിക്ക് കാര്യമില്ല. പ്രതി കോടതിയിൽ തന്നിഷ്ടത്തോടെ ധാർഷ്ട്യത്തോടു കൂടി തന്നെ മറുപടി ഇറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കോടതി എന്തായാലും പരിഗണിക്കുന്നു. വിധി പറയുമ്പോഴും അതെല്ലാം എടുക്കുക തന്നെ ചെയ്യും, ആ സാഹചര്യങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷയാണ്. ഇവിടെ സമൂഹത്തിനും ഇദ്ദേഹത്തെക്കുറിച്ച് പേടിയാണ്. ഇയാളുടെ സ്വദേശമായ പോത്തുണ്ടിയിൽ സാക്ഷി പറഞ്ഞ പലരും ഇപ്പോൾ അവിടെ ഇല്ല. അവരെല്ലാവരും നാട് വിട്ട് തമിഴ്നാട്ടിലൊക്കെ ഒളിവിൽ കഴിയും. കാരണം ഇയാൾ ഏതെങ്കിലും തരത്തിൽ ജാമ്യത്തിൽ കിട്ടിയാലോ പുറത്തിറങ്ങിയാലോ ഇത്തരത്തിൽ ഇവരോടുള്ള റിവഞ്ച് എടുക്കും എന്നൊരു ഭയം അവർക്കുണ്ട്. അപ്പോൾ ഇത് കോടതി പരിശോധിച്ചുകൊണ്ട് വധശിക്ഷ ആ വധശിക്ഷ നടപ്പിലാക്കുന്നവരെ ജാമ്യം നൽകരുത് എന്നാണ് പ്രോസിക്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഒരാവശ്യം. മനു.